ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡ്ഇൻ, യൂട്യൂബ് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? ഓക്കെ. കോണ്ടന്റ് ക്രിയേഷനിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും 3 ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആണ് ഉണ്ടായിരിക്കുക. ഇൻഡസ്ട്രി ഓഡിയൻസ്, നിഷ് ഓഡിയൻസ് ആൻഡ് ജനറൽ ഓഡിയൻസ്. ഫോർ എക്സാമ്പിൾ, ഷാദ് ഒരു മാർക്കറ്റർ ആണെന്ന് വിചാരിക്കാം. സോ ഷാദ് ആസ് എ മാർക്കറ്റർ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന സമയത്ത് ശരിക്കും എനിക്ക് 3 ഓഡിയൻസിലേക്ക് എത്താനായിട്ട് പറ്റും. എൻ്റെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ഓഡിയൻസ്, എൻ്റെ വളരെ നിഷ് ഓഡിയൻസ് ആൻഡ് ജനറൽ ഓഡിയൻസ്. ഇതിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ശരിക്ക് ഇൻഡസ്ട്രി ഓഡിയൻസിനും നിഷ് ഓഡിയൻസിനുമാണെന്ന് പറയാം. ഇവർ ഏത് പ്ലാറ്റ്ഫോമിലാണോ കൂടുതലുള്ളത് അതിനെ നമുക്ക് പ്രൈമറി പ്ലാറ്റ്ഫോമായിട്ട് സെലക്ട് ചെയ്യുകയും മറ്റുള്ളതിനെ സെക്കൻഡറി ആയിട്ട് സെലക്ട് ചെയ്യുകയും ചെയ്യാം. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇൻസ്റ്റഗ്രാമും ലിങ്ക്ഡിനും എൻ്റെ ഇൻഡസ്ട്രി ഓഡിയൻസും എനിക്ക് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഓഡിയൻസും ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ആണ് ഇൻസ്റ്റഗ്രാമും ലിങ്ക്ഡിനും. സോ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രൈമറി പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. സെക്കൻഡറി ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബ്. പക്ഷേ അവിടെയും ഞാൻ ഒഴിവാക്കി വിടുന്നൊന്നുമില്ല. ബിക്കോസ് ഓഫ് കോഴ്സ് മറ്റ് പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത്, ഇതിന് ഏറ്റവും ഈസിയസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ശരിക്കും യൂട്യൂബിൽ ആൾക്കാർ പോഡ്കാസ്റ്റ് അപ്ലോഡ് ചെയ്യും. അവർ തന്നെ സ്പോട്ടിഫൈയിൽ കൊണ്ട് ആ പോഡ്കാസ്റ്റ് കൊണ്ടിടുന്നതും കാണാം. വൈ? യൂട്യൂബിലല്ലേ ഏറ്റവും മേജർ ഓഡിയൻസ് പോഡ്കാസ്റ്റ് വാച്ച് ചെയ്യണത്. 1 മണിക്കൂറോ 2 മണിക്കൂറുള്ള ആ കോണ്ടൻറ്റ് സ്പോട്ടിഫൈയിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ചിലപ്പോൾ 200, 300, 500 ആളുകളായിരിക്കും കാണുന്നത്. വൈ? ഞാനത് മിസ് ചെയ്യണം. ഇതേപോലെ തന്നെയാണ് ശരിക്കും പ്രൈമറി ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ചൂസ് ചെയ്യുകയും സെക്കൻഡറി പ്ലാറ്റ്ഫോംസിലേക്കും ആ കോണ്ടൻറ്റിനെ നമുക്ക് റീപർപ്പസ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ വേ ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഏത് നമ്മൾ ചൂസ് ചെയ്യണമെന്നുള്ളതും ഏത് പ്രയോറിറ്റിയിൽ ചൂസ് ചെയ്യണമെന്നുള്ളതും മനസ്സിലാക്കാനായിട്ടുള്ളതെന്ന് പറയാം. ഇതിൽ പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ ആളുകൾ ചെയ്യുന്ന ഒരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്തൊക്കെയാ? ഇത് ശരിക്ക് കുറച്ച് നല്ല രീതിയിൽ ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 ടൈപ്പ് ഗോൾസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇൻപുട്ട് ഗോൾ, ഔട്ട്പുട്ട് ഗോൾ ആൻഡ് ഔട്ട്കം ഗോൾ. ഞാൻ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഇൻപുട്ട് ഗോളാണ് ഞാൻ ഒരാഴ്ച ഇത്ര സമയം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇത്ര സമയം ഇതിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്, അത് ഞാൻ കൊടുക്കുന്ന എഫേർട്ടാണ്. അതാണ് ഇൻപുട്ട് ഗോൾ. ആൻഡ് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഗോളാണ്, ഓക്കെ ഒരാഴ്ച ഞാൻ ഇത്ര സമയം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് 3-4 കോണ്ടൻറ്റ് പീസസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഔട്ട്പുട്ട് ഗോൾ. മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഇവിടെ സ്റ്റക്കാവും. അവർക്ക് ഇൻപുട്ട് ഗോളും ഉണ്ടായിരിക്കും, ഔട്ട്പുട്ട് ഗോളും ഉണ്ടായിരിക്കും. പക്ഷേ വാട്ട് ഈസ് ദ ഔട്ട്കം? ഓക്കെ, ഞാൻ 3 കോണ്ടൻറ്റ് പബ്ലിഷ് ചെയ്തു, എന്നിട്ട് എന്താണ് അതിൻ്റെ ഔട്ട്കം എന്താണ് എന്നുള്ളതിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കില്ല. അതിന് ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഔട്ട്കം ഡിഫൈൻഡ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്നതിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഔട്ട്കം എന്ന് പറയുന്നത് എനിക്ക് ബെറ്റർ പ്ലേസ്മെൻറ്റ് കിട്ടുകയാണ്, അല്ലെങ്കിൽ ബെറ്റർ ജോബിലേക്ക് ഞാൻ എത്തിപ്പെടുകയാണ്, അല്ലെങ്കിൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസിനെ ഞാൻ അട്രാക്റ്റ് ചെയ്യലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഔട്ട്കം ഗോളെങ്കിൽ അതിനനുസരിച്ചായിരിക്കണം ഞാൻ ഔട്ട്പുട്ട് ഗോൾ ഡിഫൈൻ ചെയ്യണതും ഇൻപുട്ട് ഗോൾ ഡിഫൈൻ ചെയ്യണതും. അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ്സുകാരനാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബിസിനസ്സിലേക്ക്, എൻ്റെ ബിസിനസ് ചെയ്യുന്ന ആക്ടിവിറ്റീസിലേക്ക് കൂടുതൽ വിസിബിലിറ്റി കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ഔട്ട്കം എങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും ഞാൻ എൻ്റെ ഔട്ട്പുട്ട് ഗോൾ, എങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കോണ്ടൻറ്റ് പോകണം, എത്രത്തോളം വിസിബിലിറ്റി എനിക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ള ഔട്ട്പുട്ട് ഗോൾ ഞാൻ ഡിഫൈൻ ചെയ്യേണ്ടതും അതിനനുസരിച്ചിട്ടായിരിക്കണം എൻ്റെ ഇൻപുട്ട് ഗോൾ. കൂടുതൽ ആൾക്കാരും ചെയ്യണ മിസ്റ്റേക്ക് എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ കോമൺലി കാണുന്ന മിസ്റ്റേക്ക് എന്നുള്ളത്, വളരെ ക്ലിയർ ആയിരിക്കും ഇൻപുട്ടും ഔട്ട്പുട്ടും, പക്ഷേ അതിൻ്റെ ഔട്ട്കം എന്താണെന്നുള്ളത് ഡിഫൈൻഡ് ആയിരിക്കില്ല. അത് ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ട് റിയൽ ലൈഫിൽ കിട്ടിയ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയായിരുന്നു? ഓക്കെ, എനിക്ക് പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്തുകൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങൾ ഞാനൊരു 2 കോൺസെപ്റ്റിൽ ഡിഫൈൻ ചെയ്യും. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ശരിക്കൊരു മാഗ്നറ്റാണ്. ഇത് എൻ്റെ പേഴ്സണൽ ബ്രാൻഡ് അല്ലെങ്കിൽ എന്നെക്കുറിച്ച് ആളുകൾക്കുണ്ടായ പെർസ്പെക്റ്റീവ്, എൻ്റെ ടാർഗറ്റ് ഓഡിയൻസിന് എന്നിലുണ്ടായ ഒരു പെർസ്പെക്റ്റീവ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഒന്നൊരു മാഗ്നറ്റ് ആയിട്ടാണ്. ആ മാഗ്നറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി ഇതിൻ്റെ അടുത്ത് കൂടെ പോയി കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും. പേഴ്സണൽ ബ്രാൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. പക്ഷേ ഇത് ഞാൻ പറയും ഒരു ഹൈവേ ആണ്. ഈ ഹൈവേ എന്ന് പറയുന്നത് കുറേ പണിയുണ്ട് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട്. ദാറ്റ് ഈസ് ഫണ്ട് പാസ്സാവണം, കൺസ്ട്രക്ഷൻ, അത് കഴിഞ്ഞ് അങ്ങനെയുള്ള അപ്രൂവൽ, ഇങ്ങനെ ഒരുപാട് അപ്രൂവൽസും കൺസ്ട്രക്ഷനും സമയമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഒരു ഹൈവേ ബിൽഡായിട്ട് വരുന്നത്. പക്ഷേ വൺസ് നമ്മളൊരു ഹൈവേ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള റോഡാണ്, നമുക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് ഏറ്റവും ഈസി ആയിട്ട് എത്താനായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള വഴിയാണ് ഹൈവേ എന്ന് പറയുന്നത്.
എൻ്റെ പേഴ്സണൽ ബ്രാൻഡ് അല്ലെങ്കിൽ ആ ഒരു പെർസ്പെക്റ്റീവ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഒരു ഹൈവേ ആയിട്ടും കൂടിയാണ്. ഒരുപാട് സമയം എടുത്തു അല്ലെങ്കിൽ ഒരുപാട് എഫേർട്സ് എടുത്തു അത് ബിൽഡായി വരാനായിട്ട്. പക്ഷെ അത് ബിൽഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എത്താനായിട്ട് പറ്റി. സെക്കൻഡ് ഞാൻ പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ അടുത്ത് കേട്ടിട്ടുള്ളതാണ് VCP എന്ന് പറഞ്ഞൊരു ഫ്രെയിം വർക്ക്. വിസിബിലിറ്റി, ക്രെഡിബിലിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. സോ ഞാൻ ഒരു വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണൽ ബ്രാൻഡ് വഴി എനിക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുക ഒന്ന് വിസിബിലിറ്റി, കൂടുതൽ ആളുകളിലേക്ക് എനിക്ക് എത്താനായിട്ട് പറ്റും. രണ്ട് ക്രെഡിബിലിറ്റി, ആ ആളുകളിൽ എനിക്ക് ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. തേർഡ് പ്രോഫിറ്റബിലിറ്റി, ദാറ്റ് ഈസ് എനിക്ക് എൻ്റെ ജോബിൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന ആയിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ ജോബിൽ എക്സൽ ചെയ്യുന്നത് വഴി ഉള്ള എനിക്ക് മോണിറ്ററി ബെനിഫിറ്റ്സ് ആയിക്കോട്ടെ, അതാണ് പ്രോഫിറ്റബിലിറ്റിയിലേക്ക് വരിക. ഇത് ഏതൊരാൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഏതൊരു കമ്പനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വിസിബിലിറ്റി ഉണ്ടായിരിക്കണം, ആ കമ്പനിക്ക് ക്രെഡിബിലിറ്റി ഉണ്ടായിരിക്കണം, ആ കമ്പനിക്ക് പ്രോഫിറ്റബിലിറ്റി ഉണ്ടായിരിക്കണം. പേഴ്സണൽ ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിലും വിസിബിലിറ്റി അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ, ക്രെഡിബിലിറ്റി അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അഫ്കോഴ്സ് പ്രോഫിറ്റബിലിറ്റിയും അപ്പുറത്ത് അച്ചീവ് ആവുമെന്നുള്ളത് ഷുവറാണ്. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആ ഒരു പേഴ്സണൽ ബ്രാൻഡ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞ ഈ കോൺസെപ്റ്റ് തുറന്നു കാണിക്കുന്ന വഴികളിലൂടെയാണ്. ഏതൊരാൾക്കും സ്ട്രോങ് ആയിട്ട് പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റില്ലേ? ശരിക്കും എനിക്ക് തോന്നുന്നത് കുറേ ആൾക്കാർക്കുള്ള സംശയം, നമുക്ക് പേഴ്സണൽ ബ്രാൻഡിന് ഒന്നുകൂടി കോണ്ടന്റ് ക്രിയേഷനുമായിട്ട് തന്നെ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്കുള്ള സംശയമാണ് എനിക്ക് പറ്റിയ പണിയാണോ അത്, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതൊക്കെ. ശരിക്കും ആക്ച്വലി എല്ലാ ആൾക്കാർക്കും ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനൊരു ലെവൽസ് ഒക്കെ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ലെവൽ 0, 1, 2 ആൻഡ് 3. മോസ്റ്റ്ലി ആൾക്കാർ ലെവൽ 0-ലായിരിക്കും. ദാറ്റ് ഈസ് ഒന്നും അറിയില്ല, എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, ഞാൻ ഇതുവരെ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, എനിക്ക് പ്ലാറ്റ്ഫോമിൻ്റെ അൽഗോരിതത്തിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല, എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയാത്തൊരു സ്റ്റേജിൽ അവർ നോക്കിക്കാണുക ലെവൽ 2-ലോ 3-ലോ ഉള്ള ആൾക്കാരായിരിക്കും. ഇവരെങ്ങനെയാണ് ഇത് ചെയ്യണത്, ഇവരെങ്ങനെ എത്ര അടിപൊളിയായിട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതുപോലെ എനിക്ക് എന്തായാലും ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ, എനിക്ക് ആ ക്യാമറ ഇല്ലല്ലോ, എനിക്ക് ഈ മൈക്കില്ലല്ലോ എന്നുള്ളതൊക്കെ. ചിന്തിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ശരിക്കും ലെവൽ 0-ന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്നവർ തന്നെയാണ്. ആ ലെവൽ 0-ൽ നിന്നും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ക്രിയേഷൻ മസിൽ ബിൽഡ് ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾ ലെവൽ 1-ലേക്കോ 2-ലേക്കോ ഒക്കെ എത്തുന്നത്. അവിടെ നിന്നും ആ ഗ്രോത്ത് മസിൽ ബിൽഡ് ചെയ്ത് നമ്മൾ അതിലേക്ക് ഫോക്കസ്ഡ് ആയിട്ടൊക്കെ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ആ ലെവൽ 3-ലേക്കൊക്കെ എത്തുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾവേസ് ലെവൽ 0-ലാണ്. ലെവൽ 0-ന്ന് നിങ്ങൾ കൂടുതൽ ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഏറ്റവും സിമ്പിളി പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട്, ക്രിയേറ്റ് ഫസ്റ്റ് 50 കോണ്ടൻറ്റ്സ് എക്സ്പെക്റ്റിംഗ് നത്തിങ്. ഒരു കാര്യം എക്സ്പെക്റ്റ് ചെയ്യാതെ, എനിക്ക് ലൈക്സും വേണ്ട, എനിക്ക് വ്യൂസും വേണ്ട, ഞാൻ ജസ്റ്റ് ക്രിയേഷൻ മസിൽ ബിൽഡ് ചെയ്യാനായിട്ട് പോവാണ് എന്നുള്ള ഇൻറ്റൻഷനോട് കൂടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ലെവൽ 0-ൻ്റെ ഏറ്റവും ബേസിക് ഔട്ട്കം ഒബ്ജക്റ്റീവ് എന്ന് പറയണത്. സോ അതുമായിട്ട് അലൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ കാര്യമൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഏതൊരാൾക്കും എഫേർട്സ് പുട്ടിൻ ചെയ്യാനായിട്ട് റെഡി ആണെന്നുണ്ടെങ്കിൽ, അവർക്ക് അവരിൽ കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും, ആൾക്കാരിലേക്ക് പെർസ്പെക്റ്റീവ് എത്തിക്കാനായിട്ട് പറ്റും. അതുവഴിയുള്ള ഓപ്പർച്യൂണിറ്റി ഔട്ട്കം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇറ്റ്സ് എ ബിസിനസ് ഔട്ട്കം ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ള ഔട്ട്കം ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഗ്രാബ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പേഴ്സണൽ ബ്രാൻഡ് ശരിക്കും എങ്ങനെയാണ് മോണിറ്റൈസ് ചെയ്യുന്നത്? ഓക്കെ, പേഴ്സണൽ ബ്രാൻഡ് ഓൾവേസ് നമ്മൾ ഡയറക്റ്റ്ലി മോണിറ്റൈസ് ചെയ്യണം എന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ നമ്മൾ നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പക്ഷേ പേഴ്സണൽ ബ്രാൻഡിൽ ഔട്ട്കം ഡ്രിവൺ ആയിരിക്കണം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് 2 എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് ഷാദ് ഒരു മാർക്കറ്ററാണ്, ഷാദ് ഒരു മാർക്കറ്റർ ഫ്രീലാൻസർ ആണെന്ന് വിചാരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേഴ്സണൽ ബ്രാൻഡിൻ്റെ ഔട്ട്കമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഫ്രീലാൻസിങ്ങിലേക്ക് ക്ലയൻസിന് കിട്ടുക എന്നുള്ളതായിരിക്കും. അപ്പം ഞാൻ അതിനനുസരിച്ചിട്ടുള്ള കോൺടാക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നു, അതുവഴി എനിക്ക് എൻക്വയറീസ് വരുന്നു, എനിക്ക് അവരെ ക്ലയൻ്റായിട്ട് കൺവേർട്ട് ആകുന്നു. ഇതാണ് ഒരു ഏരിയ. 2, MA യൂസുഫ് അലി എന്നുള്ളൊരു പേഴ്സണൽ ബ്രാൻഡിനെ മേ ബി പറയാം. ആളെ സംബന്ധിച്ചിടത്തോളം ആൾ ഡയറക്റ്റ്ലി നിങ്ങൾ ലുലു നിന്ന സാധനം വാങ്ങിക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ ആൾ ഇത്ര പൈസ നിങ്ങൾ എനിക്ക് അയക്കും എന്നുള്ളതോ അല്ലെങ്കിൽ എൻ്റെ ക്ലയൻറ്റ് ആകുക എന്നുള്ളതോ ഒന്നുമല്ല ഡയറക്റ്റ്ലി പറയണത്. ആളുടെ പേഴ്സണൽ ബ്രാൻഡിൻ്റെ ഔട്ട്കമായിട്ട് ആൾ കാണുന്നത് ട്രസ്റ്റാണ്. ഏറ്റവും മാക്സിമം ആളുകളിലേക്കുള്ള വിസിബിലിറ്റിയും ട്രസ്റ്റുമാണ്. ആ ട്രസ്റ്റ് അൾട്ടിമേറ്റ്ലി ലുലു ഗ്രൂപ്പിലേക്ക് വരികയും അവിടെ മോണിറ്റൈസേഷൻ പോസിബിലിറ്റീസിൻ്റെ ഒരു ടോപ്പ് ഓഫ് ദ ഫണലായിട്ടുള്ള ഈ ട്രസ്റ്റ് എന്താ പറയുക ഡയറക്റ്റ്ലി അലൈൻഡ് ആവുകയൊക്കെ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ ഈ പേഴ്സണൽ ബ്രാൻഡിൻ്റെ ഔട്ട്കമായിട്ട് ആൾ മേ ബി വിസിബിലിറ്റിയും ട്രസ്റ്റും ഒക്കെ ആയിരിക്കാം എയിം ചെയ്യണത്. മേ ബി അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ളതാണ് മോണിറ്റൈസേഷൻ എന്നുള്ളതൊക്കെ. സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ബ്രാൻഡ് ഓൾവേസ് മോണിറ്റൈസേഷൻ ഔട്ട്കം ആകണം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി മോണിറ്റൈസ് ചെയ്യുക എന്നുള്ളത് ഔട്ട്കം ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷേ ഔട്ട്കം ഡ്രിവൺ ആയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ഒരു പേഴ്സണൽ ബ്രാൻഡ് ഹെൽപ്പ് ചെയ്ത എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ഉണ്ടോ?
എനിക്ക് ശരിക്കും ഞാൻ വളരെ സ്റ്റാർട്ടിങ്ങിൽ പേഴ്സണൽ ബ്രാൻഡ് എന്നുള്ള ടേമൊന്നും എനിക്ക് അറിയാത്ത സമയത്ത് എൻ്റെ പേഴ്സണൽ ബ്രാൻഡ് ഹെൽപ്പ് ചെയ്തൊരു എക്സാമ്പിൾ പറയാനായിട്ട് പറ്റും. അല്ലെങ്കിൽ വളരെ ചെറിയ ആ പെർസ്പെക്റ്റീവ് ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ അതിനെ വളരെ സിമ്പിളായിട്ട് പറയാം, സർഫസ് ഏരിയ എന്നാണ്. എന്നെക്കുറിച്ച് പെർസ്പെക്റ്റീവ് ഉള്ള ആൾക്കാർ എൻ്റെ സർഫസ് ഏരിയയിലുള്ള ആൾക്കാരാണെന്ന് പറയും. ഈ സർഫസ് ഏരിയയാണ് നമ്മൾ ആക്ച്വലി പേഴ്സണൽ ബ്രാൻഡൊക്കെ വഴി ബിൽഡ് ചെയ്യണത്. മാക്സിമം നമ്പർ ഓഫ് ആൾക്കാരിലേക്ക് പെർസ്പെക്റ്റീവ് എത്തിക്കുക എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സർഫസ് ഏരിയ ബിൽഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണല്ലോ. അപ്പം ഞാൻ ആദ്യത്തിൽ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ശരിക്ക് എൻ്റെ വീഡിയോ വളരെ കുറച്ച് ആൾക്കാരാണ് കാണുന്നത്. അതിലൊരാൾ ഒരു കമ്പനിയുടെ ഫൗണ്ടറായിരുന്നു. ആ കമ്പനിയുടെ ഫൗണ്ടർ എൻ്റെ വീഡിയോ കാണുകയും ഓക്കെ ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും ആൾ അതുവഴി ഒരു 5-6 വർഷം മുമ്പ് എന്നെ കണക്ട് ചെയ്യുകയും ആളുടെ കമ്പനിക്ക് വേണ്ടി വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി, ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സും എനിക്ക് വരുന്ന രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഓഫർ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഞാൻ ആ ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്തിയിട്ടുള്ളത് എൻ്റെ സർഫസ് ഏരിയ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ബ്രാൻഡ് വഴിയാണ്. ദാറ്റ് ഈസ് ഞാൻ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അതൊരാൾ കാണുന്നു, ആ ആൾ എന്നെക്കുറിച്ചിട്ടുള്ളൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാകുന്നു, അതുകൊണ്ട് തന്നെ ആ ആൾ എൻ്റെ സർഫസ് ഏരിയയിലേക്ക് കയറുന്നു. ആ സർഫസ് ഏരിയൻ്റെ അകത്ത് എനിക്ക് ആപ്റ്റായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, ആ ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടുന്നു. ഇതാണ് ഞാൻ ഏറ്റവും ആദ്യം ലാൻഡ് ചെയ്തിട്ടുള്ള ജോബ് എന്ന് പറയുന്നത്. ഞാൻ CV കൊടുക്കാത്ത, ഞാൻ അപ്ലൈ ചെയ്യാത്ത ഒരു ജോബിലാണ്. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ആദ്യം കിട്ടിയ ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ എനിക്ക് എത്തിപ്പെട്ട ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് ഓഫ് കോഴ്സ് ഞാൻ എത്തിയിട്ടുള്ളത് എൻ്റെ ഈ ഒരു സർഫസ് ഏരിയ വഴി തന്നെയാണ്. ഫൈനലി ഒരു ബിഗിനർക്ക് പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ ഫോളോ ചെയ്യാൻ പറ്റിയ ഏറ്റവും സിമ്പിളായിട്ട് സ്റ്റെപ്സ് എന്താണ്? ഓക്കെ, ഇത് മാത്രം ചെയ്താൽ മതി നിങ്ങൾക്ക് പേഴ്സണൽ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. എനിക്ക് ജസ്റ്റ് ഇതിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി. വൺ ഈസ് ക്രിയേഷൻ മസിൽ. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. ദാറ്റ് ഈസ് പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ ഏറ്റവും ഈസിയസ്റ്റ് ചാനലായിട്ടുള്ള, കൺവീനിയൻറ്റ് ചാനലായിട്ടുള്ള സോഷ്യൽ മീഡിയ. അതിൽ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 50 കോണ്ടൻറ്റ്സ് എക്സ്പെക്റ്റിംഗ് നത്തിങ്, ഇതൊക്കെ വെച്ചുകൊണ്ട് കോണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക, ക്രിയേഷൻ മസിൽ ബിൽഡ് ചെയ്യുക. സെക്കൻഡ്, ഗ്രോത്ത് മസിൽ ബിൽഡ് ചെയ്യുക. ദാറ്റ് ഈസ് എങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഗ്രോ ചെയ്യും, എങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കോണ്ടൻറ്റ് ഞാൻ പബ്ലിഷ് ചെയ്യണം, എങ്ങനെ ആ കോണ്ടൻറ്റ് സ്ട്രക്ചർ ചെയ്യണം തുടങ്ങിയിട്ടുള്ള ഗ്രോത്ത് മസിലിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ദെൻ ഫൈനലി ഇത് രണ്ടും നിങ്ങൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് രണ്ടും പാസ്സായി നിങ്ങൾ എത്തുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് യു നോ ദ ഗെയിം.